നമസ്കാരം. വയസ്സ് 76 കൃഷ്ണൻ മാഷ് ഇപ്പോഴും ചിത്രരചനയിൽ സജീവമാണ്. പ്രകൃതിയും സംഗീതവും ആയുർവേദവും എത്രത്തോളം മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്നു എന്നുള്ള മാഷിൻ്റെ ആലോചനകളിൽ നിന്നും ഉടലെടുത്ത ദാർശനിക ചിത്രങ്ങളാണ് വരച്ച വരകളിൽ അധികവും. പ്രകൃതിയിൽ നിന്നും ഓരോ ചിത്രകാരനും സ്വാംശീകരിക്കുന്ന വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയുർ ശാസ്ത്രത്തിൻ്റെ വിചാരധാരകളിലൂടെ 2017 ആയുർ ദർശൻ എന്ന പേരിൽ 50ഓളം ചിത്രങ്ങളുടെ ഒരു സീരീസ് അദ്ദേഹം വരച്ചിരുന്നു. സ്വന്തം നാടായ തുരുത്തിയിൽ അവ ആദ്യം പ്രദർശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കോഴിക്കോടും പോണ്ടിച്ചേരിയിലും പ്രദർശനമുണ്ടായിരുന്നു. രവിവർമ്മ ചിത്രങ്ങളുടെ കടുത്ത ആരാധകനായ കൃഷ്ണൻ മാഷിൻ്റെ രചനാരീതിക്കും വർണ്ണ വിന്യാസത്തിലും അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്വാധീനം നമുക്ക് കാണാം. രവിവർമ്മയുടെ പ്രസിദ്ധമായ പല ചിത്രങ്ങളും ശൈലി പിന്തുടർന്ന് വരച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ മാഷ്. കുറുപ്പംപടി, തുരുത്തി, കരിപ്പേലിക്കുടി KN കൃഷ്ണൻ മാഷ് അകനാട്, പുഴുക്കാട് സ്കൂളുകളിൽ ജോലി നോക്കിയ ശേഷം 2003 മേക്കപ്പാല ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി വിരമിച്ചു. ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് ചിത്രകലയിൽ അഭിരുചി ഉണ്ടായിരുന്നു. KGDE ഹയർ ഡിപ്ലോമ കരസ്ഥമാക്കി. ചിത്രകലയിൽ നിന്നും ഫോട്ടോഗ്രാഫിയിലേക്ക് വഴിതിരിഞ്ഞപ്പോൾ ആദ്യകാലത്ത് പെരുമ്പാവൂർ പട്ടണത്തിൽ 2 സ്റ്റുഡിയോകൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. അക്കാലത്തെ ചിത്ര സ്റ്റുഡിയോയുടെയും ഉദയ സ്റ്റുഡിയോയുടെയും നടത്തിപ്പുകാരൻ, ഫോട്ടോഗ്രാഫർ കൂടിയുമായ മാഷായിരുന്നു. TTC പൂർത്തിയാക്കി അധ്യാപക വൃത്തിയിലേക്ക് വന്നുവെങ്കിലും ചിത്രകലയല്ല അദ്ദേഹം സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. എങ്കിലും മാഷ് കുട്ടികൾക്കായി ബോർഡിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പഠിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു. ചിത്രകലയോടൊപ്പം എഴുത്തിൻ്റെ വഴിയിലും മാഷുണ്ട്. ഒരു തെരുവ് ചിത്രകാരിയുടെ കഥ പറയുന്ന ഗുരുസ്മൃതി എന്ന നോവൽ, ഒരു ചിത്രകാരൻ്റെ കഥ പറയുന്ന മറ്റൊരു നോവലായ നാട്യസ്മൃതികൾ എന്നിവയുടെ രചയിതാവുമാണ് അദ്ദേഹം കവിതകളും എഴുതിയിട്ടുണ്ട്. കൃഷ്ണൻ മാഷ് മനസ്സിൽ കൊണ്ടു നടന്നതും സുഹൃത്തുക്കളായ ചിത്രകാരന്മാരുമായി പങ്കുവച്ചിരുന്നതുമായ ഒരാഗ്രഹമായിരുന്നു ചിത്രകാരന്മാർക്ക് സൗജന്യമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആർട്ട് ഗാലറി തുടങ്ങുക എന്നത്. അതിന് അദ്ദേഹം കണ്ടെത്തിയ വഴി കോടനാട് മേനോൻ കവലയ്ക്ക് സമീപം പെരിയാർ തീരത്തേക്കുള്ള വഴിയിൽ തൻ്റേതായുള്ള 40 സെൻറ്റ് ഭൂമിയിലെ 1000 ചതുരശ്ര അടിയുള്ള വീടിനെ ആർട്ട് ഗാലറിയാക്കുക എന്നതായിരുന്നു. ചിത്രകാരന്മാർക്കും ചിത്രകലാ ആസ്വാദകർക്കുമായി അത് ചൊവ്വാഴ്ച ഔദ്യോഗികമായി അദ്ദേഹം തുറന്നുകൊടുത്തു. മാസ്റ്റേഴ്സ് ആർട്ട് ഗാലറി എന്ന പേരിൽ താല്പര്യമുള്ളവർക്ക് ഒറ്റയ്ക്കും കൂട്ടവുമായെത്തി വരയ്ക്കാൻ ഒരിടമുണ്ടാക്കി കൊടുക്കുക എന്ന ആഗ്രഹ പൂർത്തീകരണമായിരുന്നു അത്. ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും ആസ്വാദനത്തിനും ചർച്ചകൾക്കും പെരിയാറിൻ്റെ സമീപത്തുള്ള ഈ ആർട്ട് ഗാലറി ഉപകരിക്കും എന്ന ലക്ഷ്യം തന്നെയാണ് മാഷിൻ്റെ മനസ്സിലുമുണ്ടായിരുന്നത്. നാമമാത്രമായ ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ ഏതൊരു കലാകാരനും ഇത് ഉപയോഗപ്പെടുത്തുവാനും കഴിയും. ആർട്ട് ഗാലറിയുടേതായ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി പ്രയോജനപ്പെടുത്താമെന്നും ഈ സംരംഭം തനിക്കൊരു വരുമാന മാർഗം അല്ല എന്നും അദ്ദേഹം പറയുന്നു. സമീപത്തെ പെരിയാറിൻ്റെ സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് വരയ്ക്കാനും കലാകാരന്മാർക്ക് സൗകര്യമാകും ഈ ആർട്ട് ഗാലറി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ച ആദ്യ ദിനത്തിൽ കൃഷ്ണൻ മാഷിൻ്റെ 250ഓളം ചിത്രങ്ങളുടെ ചെറുതും വലുതുമായ ക്യാൻവാസുകൾ കണ്ടാണ് ഉദ്ഘാടന വേളയിലെത്തിയവർ മടങ്ങിയതും. കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ആശംസകളും അർപ്പിച്ചു. രാജാ രവിവർമ്മയുടെ 177ാമത് ജന്മദിനമായ ഏപ്രിൽ 29-ന് 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ചിത്രകലാ ക്യാമ്പ് മാസ്റ്റേഴ്സ് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് 9072130796 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. റിട്ടയർഡ് അധ്യാപിക MN ഓമനയാണ് മാഷിൻ്റെ ഭാര്യ. ആയുർവേദ ഡോക്ടർമാരായ ലാൽകൃഷ്ണൻ, ലിജി കൃഷ്ണൻ എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. മരുമക്കൾ രാധിക ഗുരുക്കൾ, ഗിരീഷ് സുബ്രഹ്മണ്യൻ.